അമ്മയുടെ കാല് തൊട്ട് വന്നിക്കാൻ തുടങ്ങുമ്പോൾ അനാമികയുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ അമ്മയുടെ കാൽപാദത്തിൽ വീണുടഞ്ഞു. അമ്മയുടെ അമ്മൂട്ടി എന്തിനാ കരയണേ? ഈശ്വര എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും എൻ്റെ കുട്ടിക്ക് തരും. നിറഞ്ഞ കണ്ണുകളോടെ അല്ല എൻ്റെ മോള് കല്യാണ പന്തലിലേക്ക് ഇറങ്ങേണ്ടത്, നിറഞ്ഞ പുഞ്ചിരിയായിട്ടാ. ശരണിൻ്റെ താലി എൻ്റെ മോളെ ഏറ്റുവാങ്ങുമ്പോൾ അമ്മയുടെ മനസ്സും നിറയും. കാരണം അവൻ നിനക്ക് യോജിച്ച പയ്യൻ തന്നെയാണ്. അത് നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അമ്മ ഈ കല്യാണത്തിന് സമ്മതം മൂടിയത്. നിങ്ങളുടെ പ്രണയം എല്ലാ അർത്ഥത്തിലും ആത്മാർത്ഥം നിറഞ്ഞു തന്നെയായിരുന്നു. ഇനി അതങ്ങനെ തന്നെ തുടരട്ടെ. നന്നായി വരും മോളെ. രേണുക അനാമികയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണ് നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങിയ അനാമികയെ ചേർത്ത് പിടിച്ച് കവിളിലൊരു ഉമ്മ നൽകി രേണുക. മോള് മുത്തശ്ശിയുടെ അടുത്ത് വിളക്കെത്തിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ചു വാ, എന്നിട്ട് ഇറങ്ങാം ഓഡിറ്റോറിയത്തിലേക്ക്. അപ്പോഴേക്ക് അമ്മ കൊണ്ടുപോകേണ്ട മാറ്റുമോതിരവും മാലയൊക്കെ എടുത്തു വരട്ടെ എന്ന് പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ സാരിത്തുമ്പിൽ തുടച്ചുകൊണ്ട് തൻ്റെ ബെഡ്റൂമിലേക്ക് പോയി. തൻ്റെ മകൾ ഇന്ന് കല്യാണ പെണ്ണായിരിക്കുന്നു. എത്ര വേഗമാണ് കാലങ്ങൾ ഓടി മറയുന്നത്. അവളുടെ കുഞ്ഞുനാളിലെ കുറുമ്പുകളും കൊഞ്ചലും, സ്കൂൾ കുട്ടിയായപ്പോഴുള്ള പിടിവാശികളും, സ്കൂളിൽ പോകാൻ മടിച്ചുള്ള കള്ളപ്പനിയും, പിന്നെ കോളേജ് ലൈഫ് എത്തിയപ്പോൾ താനെന്ന അമ്മ അവൾക്ക് കൂട്ടുകാരിയായി. എപ്പോഴും അമ്മയെ ചുറ്റിപ്പറ്റി നടക്കുന്ന അമ്മയുടെ പുന്നാര മകളായി. പഠിപ്പ് കഴിഞ്ഞ് മകൾ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു രേണുകയ്ക്ക്. ആ കമ്പനിയിൽ തന്നെയുള്ള ശരണുമായി അവൾക്ക് ഇഷ്ടം തോന്നിയത് ആദ്യം പറഞ്ഞത് അമ്മയുടെ കാതുകളിലായിരുന്നു. 2 വീട്ടുകാർക്കും സമ്മതമായിരുന്നു. അങ്ങനെ ആ കല്യാണം ഉറപ്പിച്ചു. ഇന്ന് പതിവിലും സുന്ദരിയായി ആഭരണങ്ങൾ അണിഞ്ഞു കസവ് കല്യാണ സാരിയിൽ മകൾ ഒരുങ്ങി നിന്നപ്പോൾ രേണുകയ്ക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു മനസ്സിൽ. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് തൻ്റെ റൂമിലേക്ക് പോകാൻ കോണിപ്പടികൾ കയറാൻ തുടങ്ങിയതും രേണു എന്ന വിളി കേട്ട് തറഞ്ഞെന്ന് പോയി രേണുക. ആ ശബ്ദം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഞെട്ടിത്തരിച്ചുകൊണ്ടുള്ള ആ ശബ്ദത്തിന് നേരെ മുഖം തിരിച്ചു. രേണു. മെല്ലിച്ച് കൊല്ലുന്നതിനെയുള്ള ശരീരവും ക്ഷീണിച്ച കണ്ണുകളോടും കൂടിയ രൂപം. പ്രായത്തേക്കാൾ വയസ്സറിയിക്കുന്നതായിരുന്നു ആ ജരാനരകൾ. സന്തോഷങ്ങൾ കെട്ടടങ്ങിയ, ദുഃഖങ്ങൾ നിറഞ്ഞ കണ്ണുകൾ നിസ്സഹായാവസ്ഥയുടെ പടികളിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് വിളിച്ചറിയിക്കുന്നവയായിരുന്നു. പാലേട്ടൻ. അറിയാതെ രേണുകയുടെ നാവ് ചലിച്ച് സ്നേഹവും ദയയും നിറഞ്ഞിരുന്ന രേണുകയുടെ കണ്ണുകൾ കുറുകി. കണ്ണിൽ വാശിയുടെയും പകയുടെയും തീക്കനലുകൾ നിറയാൻ തുടങ്ങി. ചുറ്റുമുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ട് അവൾ അയാളുടെ അടുത്തേക്ക് നീങ്ങുന്നുണ്ട്. ശബ്ദം താഴ്ത്തി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. പഴയ അവകാശവും ബന്ധവും സ്ഥാപിക്കാനാണെങ്കിൽ അതിനി ഒരിക്കലും നടക്കില്ല. കാരണം അന്ന് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടക്കാരിയായിട്ട് ഈ നാട് വിട്ടു പോകുമ്പോൾ തന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചുകൊണ്ടായിരുന്നെന്ന് മറന്നുപോയോ നിങ്ങൾ? കല്യാണത്തിന് മുമ്പേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ എന്തിനായിരുന്നു എന്നെ കല്യാണ വേഷം കെട്ടിച്ച് എഴുന്നള്ളിച്ച്? നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ പേടിച്ച് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ എൻ്റെ ജീവിതവും സ്വപ്നങ്ങളൊക്കെയായിരുന്നു തകർന്നു വീണത്. നിങ്ങളുടെ വഴിവിട്ട ബന്ധം കല്യാണത്തിന് ശേഷം തുടരുന്നതെന്ന് അറിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്തൊക്കെ ചെയ്തു ഞാൻ? ഒന്നും നടന്നില്ല. ദേഷ്യം കൊണ്ട് ചുവന്നെടുത്ത രേണു പറഞ്ഞുകൊണ്ട് കിതച്ചു. എല്ലാറ്റിനും മാപ്പ് രേണു. ഞാൻ എൻ്റെ മോളെ ഒന്ന് കണ്ടോട്ടെ? ബാലൻ അപേക്ഷാസ്വരത്തിൽ ചോദിച്ചു. ഏത് മോള്? നിങ്ങൾക്ക് അങ്ങനെ ഒരു മോളില്ല ഇവിടെ. നിങ്ങളുടെ കുഞ്ഞിൻ്റെ വയറ്റിൽ വളർന്നുവെന്ന് അറിഞ്ഞിട്ടും എന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ക്രൂരനാ നിങ്ങൾ. ഓ, ആ കുഞ്ഞിനെ നിങ്ങൾ ആഗ്രഹിച്ചല്ലോ. മദ്യത്തെ കൂട്ടുപിടിച്ച രാത്രിയിൽ അവളാണ് നേരത്തെ അടുത്തു വന്ന പറയാതെ സംഭവിച്ചല്ലേ? അതും നിങ്ങളോട് നിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് നിങ്ങളുടെ വീടിൻ്റെ പടി കടന്ന് വന്നവളോട് നിങ്ങൾ നീതി കാട്ടിയോ? എപ്പോഴെങ്കിലും ഒരിറ്റ് സ്നേഹം കൊടുത്തോ? പോട്ടെ, അവൾക്കും വേദനിക്കുന്ന ഒരു മനസ്സുണ്ടെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്നിട്ടിപ്പോൾ മകളെ കാണാൻ വന്നിരിക്കുന്നു. ഇറങ്ങിക്കോളണം ഇപ്പം ഈ നിമിഷം എൻ്റെ വീട്ടിൽ നിന്ന്. നിങ്ങൾ പോയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിന്നിരുന്ന ഈ പൊട്ടിപ്പിണിനെ ഇന്ന് ഈ നിലയിലെത്തിച്ചും സ്വന്തം കാലം നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കി തന്ന എൻ്റെ ഏട്ടനാ. ഏട്ടൻ കാണേണ്ട നിങ്ങളെ. കണ്ടാൽ ചിലപ്പോൾ ജീവനോട് ഇവിടുന്ന് പോകാൻ കഴിഞ്ഞതില്ല നിങ്ങൾക്ക്. ഒരു വട്ടം മാത്രം എൻ്റെ മോളെ കണ്ടിട്ട് ഞാൻ പോയിക്കോളാം. പിന്നെ വരില്ല ശല്യമായിട്ട്. ദയവ് ചെയ്ത് നീ തടസ്സം നിൽക്കരുന്നതിന്. ബാലൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ജനിപ്പിച്ചുകൊണ്ട് ഒരാളും അച്ഛനമ്മയും ആവില്ല. ഒരു കുഞ്ഞിനും ബാലത്തിൽ കണ്ട അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ കഴിയുന്നവർക്കാ അതിനുള്ള യോഗ്യത. അവർക്ക് താങ്ങും തള്ളയായിട്ട് അവരെ നേർവഴിക്ക് നടത്താൻ കഴിയുന്നവരാ അവരുടെ രക്ഷിതാക്കള്. കർമ്മബന്ധങ്ങൾ കൊണ്ടാ വ്യക്തിബന്ധങ്ങൾ ചേർന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് അവളുടെ അച്ഛനാണെന്ന് പറയാൻ യാതൊരു യോഗ്യതയും ഇല്ല. പിന്നെ അവൾ അവളുടെ അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വെറുതെ പോലും ആഗ്രഹിക്കരുത്. എല്ലാം തുറന്നു പറയുന്ന എൻ്റെ മോൾ എന്നോട് ഒരിക്കലും അവളുടെ അച്ഛനെ തിരക്കിയിട്ടില്ല. കാരണം അവൾ എല്ലാ കഥകളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വളർന്നു വന്നത്. നികൃഷ്ടനായ നിങ്ങളുടെ നിഴൽ പോലെ എൻ്റെ കുട്ടിയുടെ മേൽ പതിയെ ഇടവരരുത്. അത് പറയുമ്പോൾ രേണുകയുടെ ചുണ്ടുകൾ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. ബാലൻ കുറ്റബോധം കൊണ്ട് നിസ്സഹനായി മുഖം കുനിച്ച് നിൽക്കുകയായിരുന്നു. തനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് കാമുകിയുടെ കൂടെ പോയപ്പോൾ അയാൾ വേറെ ഒന്നും ചിന്തിച്ചില്ല. പക്ഷേ ചെയ്ത തെറ്റുകൾക്ക് കാലം പലിശ സഹിതം കൂട്ടിവെച്ചിരുന്നു. തന്നെക്കാൾ വിശ്വസിച്ച് കൂടെ കൊണ്ടുവരുന്ന കാമുകി തൻ്റെ പണവും ആരോഗ്യം ക്ഷയിച്ചപ്പോൾ വേറെ ആളെ കൂട്ടുപിടിച്ച് പുതിയ ജീവിതം തേടിപ്പോയി. ജീവിതം ഏകാന്തതയുടെ തടവറയിൽ വിറങ്ങലിച്ച് കിടന്നപ്പോഴാണ് മുൻ ഭാര്യയെയും മകളെയും തേടി വരാൻ പ്രേരിപ്പിച്ച്. അത് മകളുടെ കല്യാണ ദിവസമായത് തീർത്തും ആകസ്മികമായിരുന്നു. ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ പൊറുക്കാൻ പറ്റാത്തതാണ്.
അതിനാൽ രേണുകയുടെ ഈ പെരുമാറ്റം താൻ ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. രേണുകയെ ഒരു നിമിഷം നോക്കിയിട്ടൊന്നും പറയാതെ തിരിഞ്ഞു കിടന്ന അയാൾ നടന്നകലുന്ന ആ മനുഷ്യരൂപത്തെ നോക്കി നിൽക്കും തോറും രേണുകയ്ക്ക് തന്റെ ശരീരം തളരുന്ന പോലെ തോന്നി. നിലത്തേക്ക് വീണു പോകുമെന്ന് കരുതിയപ്പോഴേക്കും മകളുടെ കൈകൾ രേണുകയെ താങ്ങി. അവളുടെ കണ്ണുകൾ പറയാതെ പറയുന്നുണ്ടായിരുന്നു അവളുടെ അമ്മയാണ് ശരിയെന്ന്.